ആയിഷ, മുമ്പ് പലതവണ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ആദ്യമായിരുന്നു. എന്നെ കാത്തിരുന്ന മറ്റൊരു അത്ഭുതം ആ ഹോസ്പിറ്റൽ മുറിയിലുണ്ടായിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിൽ. അച്ഛൻ ഓരോ മാസം അമ്മയ്ക്ക് ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുന്നത് അതെന്നെ നോക്കാനാണല്ലോ. അപ്പോൾ എനിക്ക് കളിപ്പാട്ടം ചോക്ലേറ്റ് വാങ്ങിച്ചു തരണ്ടേ? എനിക്കൊന്നും വാങ്ങിച്ചു തരൂല, സത്യം. അപ്പോൾ ഇത് അച്ഛനെ അറിയിക്കണ്ടേ? അതെ, പക്ഷെ അമ്മ അറിയാണ്ട് വേണം. അതിനാണ് ഈ ടെക്നിക്ക്. കളങ്ങളിൽ അക്ഷരങ്ങൾ ഒളിപ്പിക്കുന്ന ഒരു സൂത്രവിദ്യ ആ കൊച്ചു പെൺകുട്ടീനെ പഠിപ്പിച്ചു. A B C D. ഓരോ അക്ഷരത്തിനും പകരമായിട്ട് ഓരോ കള്ളികൾ. B A G bag. എഴുതുന്നയാൾക്കും വായിക്കുന്നയാൾക്കും അല്ലാതെ മറ്റാർക്കും പിടികിട്ടാത്തൊരു കോഡ് ഭാഷ. കൊള്ളാലോ. എന്താ ഇതിന്റെ പേര്? സ്റ്റെൻസിൽ. എനിക്കൊരു സഹായം ചെയ്യുക. ഐ ആം സോറി ആയിഷ എന്നൊരു പേപ്പറിൽ എഴുതി തരുമോ ഈ സ്റ്റെൻസിൽ വെച്ചിട്ട്? ആ. എഴുതി തരാൻ പറഞ്ഞിട്ട് തിരിച്ചു തരാ? ഇതെനക്ക് വേണ്ടിയിട്ടല്ല, ആ കിടക്കുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ടാ. രാവിലെ എണീക്കുമ്പോ ഇതാ ചേച്ചി കൊടുക്കോ? ആരു തന്നൂന്ന് പറയണം. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി നിൻ പൂമുഖം. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി നിൻ പൂമുഖം. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ. മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ. കാറ്റിൻ്റെ തേരിൽ പാറും തൂവൽ ഞാൻ. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി നിൻ പൂമുഖം. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ. മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ. കാറ്റിൻ്റെ തേരിൽ പാറും തൂവൽ ഞാൻ. പാട്ടിൻ താളം പകർന്നിടുമിമ്പം പോൽ കൊലുസിൻ്റെ ഈണം മനസ്സോട് ചേരുന്നു. പാട്ടിൻ താളം പകർന്നിടുമിമ്പം പോൽ കൊലുസിൻ്റെ ഈണം മനസ്സോട് ചേരുന്നു. വരുമോ എൻ കൺകോണിലായി അണയൂ നിറവാർന്നെന്നുമേ. അന്നാദ്യമായി കണ്ട നാളിൽ പ്രാണനായി നീ, പ്രാണനായി നീ.
ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ കാറ്റിൻ്റെ തേരിൽ പാറും തൂവൽ ഞാൻ ശ്യാമംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി. മതമൊന്നും ഒരു വിഷയമല്ല. വിപ്ലവകരമായ പ്രേമത്തിൽ നമ്മൾ ആട്ടി ഉറച്ചു വിശ്വസിക്കണം. അടി കിട്ടുമ്പോഴും ഇത് തന്നെ പറയണം. മിണ്ടായിരിക്കണം. ഒരു JDF നേതാവിന്റെ മരുമോനാണെങ്കിൽ എന്താ, പ്രേമത്തിനാവുന്ന ഒരു തടസ്സമാൻ പാടില്ല. ആവാനേ പാടില്ല. പ്രത്യേകിച്ചും അയാളുടെ ലെതർ ഫാക്ടറി പൊട്ടിക്കാൻ നടക്കുന്ന നമ്മുടെ പാർട്ടിക്കാരോട് പുള്ളിക്ക് പ്രേമം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ അബ്ദു, ആശയപരമായി പല തർക്കങ്ങളുണ്ട്. അടിയുടെ കാര്യത്തിൽ അത് ഉണ്ടാവില്ല. അബ്ദുൾ ഖാദറെ പഴയ കതിരൂർ കളരിയ. കൺഗ്രാചുലേഷൻസ്. വില്ലന്റെ കുടുംബത്തിൽ തന്നെ പ്രേമിക്കണേ. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. എടാ ഓക്ക് ഇവനെ ഇഷ്ടമുണ്ടേ. ഓളെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയാ. ഇവനോ ഗവൺമെന്റിന് പോലും വേണ്ടാത്തൊരു ഗവൺമെന്റ് സ്കൂളിലും. അതും എങ്ങനെ തോറ്റു പഠിച്ചു. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇംഗ്ലീഷ് ഉപന്യാസ രചനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് ഐഷിക്കാം. ഇവനാണെങ്കിൽ ഉപന്യാസത്തിന് ഇംഗ്ലീഷ് പോലും അറിഞ്ഞൂടാ. പിന്നെയാ എനിക്കറിയാം. എസ്സേ. അതൊരു ഫുട്ബോൾ കളിക്കാരന്റെ പേരാ. എടാ അത് മെസ്സിയാടാ. ഇംഗ്ലീഷ് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാനും സൗന്ദര്യമുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ ശരിയല്ല. അച്ഛൻ വല്ല കച്ചവടക്കാരനായിരുന്നെങ്കിൽ ഗോൾഡോ റബ്ബറോ ഉള്ളിയെങ്കിലും. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ആയ കാലത്ത് ഒരു സ്ഥലവും മേടിച്ചിട്ടുള്ള ഒരു കുറിയിലും ചേർന്നിട്ടില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മലന്ന് കിടന്ന് മാതൃഭൂമി പേപ്പർ വായിച്ചിരിക്കുക. എന്തെന്നാണ് വായിക്കുന്നത്? ചേച്ചി, ഇങ്ങനെ ചാണകം മാറ്റി തീർക്കാനുള്ളതാണോ ജീവിതം? ഇവൾക്ക് ഈ പശുവിനെ വളർത്തുന്നതിന് പകരം വല്ല പോമറേനും പട്ടീനെയും വളർത്തിക്കൂടെ? പട്ടി പാല് തരില്ലെന്നേ. പാല് മിൽമേന്ന് വാങ്ങിയാൽ പോരെ? കുളിമുറി അറ്റാച്ച്ഡ് ബാത്റൂം പോലുമില്ല. ഐഷേനോട് ഞാൻ എന്ത് പറയും? ചിഞ്ചു, അളിയ ഉമ്മയൊന്നും തരരുത്. ഇത് ഞാനാ. എന്താ ഈ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി കലോത്സവം എവിടെ വെച്ചിട്ടാ? അട്ടപ്പാടിയില്ലോ. പയ്യന്നൂർ വെച്ചിട്ടാടാ. കാര്യം പറ. എടാ, ഐഷ എന്തായാലും കലോത്സവത്തിനുണ്ടാവും. അതുകൊണ്ട് എനക്കും വരണം. വന്നോ? എനക്ക് അറ്റൻഡൻസ് കുറവാന്നു. എന്റേത് ഞാൻ തരൂല. ബോധമില്ലാത്തവനെ പറയുന്ന കേക്കടാ. ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ പങ്കെടുത്താൽ അറ്റൻഡൻസ് കിട്ടും. ഇനി എന്നെ ദഫ്മുട്ടിന് ടീമിൽ നെടുപ്പിക്ക്. ദഫ് മുട്ട അതെല്ലാം ബുദ്ധിമുട്ടാവും. ചിഞ്ചുവിനെ വിളിച്ച് ഞാൻ എൻ്റെ രണ്ടാമത്തെ ലൈൻ്റെ കാര്യം പറയും. പുലർച്ചയ്ക്ക് വീട്ടിൽ വാ. അലവലാതി. മാഷ് ചെറുപ്പക്കാരനാ. 17 വയസ്സോട് ദഫ്മുട്ട് പഠിപ്പിക്കാം. നീ എൻ്റെ കൂടെ എന്നാ മതി, എല്ലാം ശരിയാക്കാം. ചിഞ്ചുനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യോടാ. നീ എന്തും ചെയ്യും. ഒരിക്കലും വേഗം നടക്ക്. രാഹുലും കഴിഞ്ഞു. നീ അതൊക്കെ നോക്കുക. പിന്നെ ഇതിലൊക്കെ ഒരുപാട് കാര്യമുണ്ടെന്ന്. നജാഫ്. ഇവനായിട്ട് എനക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിനൊരു ഫ്ലാഷ് ബാക്കോ?